പബ്ലിക് സർവീസ് കമ്മീഷനെ പോലൊരു സ്ഥാപനം നശിക്കാൻ പാടില്ല. ഇവിടുത്തെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യാശയുടെ കേന്ദ്രമാണ്. അത് തകർക്കാൻ ആര് ശ്രമിച്ചാലും അവരെ കയ്യാമം വെച്ച് തന്നെ നിർത്തണം. ഈ 58 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് എന്നുള്ള കാര്യം ഇതുവരെ PSC പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇതിനകത്ത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യം കേൾക്കുന്നത്. 10ാം ക്ലാസ് മാത്രം ജയിച്ചിട്ടുള്ള ഒരാൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പർ ആവുകയും അദ്ദേഹം ഈ തൊറാസിക് സർജന്മാരെ മെഡിക്കൽ കോളേജില് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്താൽ എന്ത് ചെയ്യും? ഗുരുതരമായ കൃത്യവിലോപം PSCയിൽ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തണം. അത് സർക്കാർ നടത്തുകയോ ഒരു ഏജൻസി നടത്തുകയോ ചെയ്യണം. അത് പുറത്തു വരണം. കാരണം ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം തകരാൻ പാടില്ല. മാർക്ക് ലിസ്റ്റ് ഒരു രഹസ്യ രേഖയല്ല. ഇന്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാർക്ക് ലിസ്റ്റ് പിന്നീട് ഒരു രഹസ്യ രേഖയല്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി സർക്കാർ നാടിനെ മുച്ചോട് മുടിച്ചോ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവ സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് PSC എന്ന് പറയുന്നത്. ഒരു ഉദ്യോഗത്തിലേക്ക് കയറുവാനുള്ള സ്വപ്നവുമായി എത്തുമ്പോൾ വളരെ നിഷ്പക്ഷമായി പരീക്ഷ നടത്തി സുതാര്യമായ രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ബോഡി, ഭരണഘടനാ സ്ഥാപനം, അതാണ് PSC. ഈ PSCയെ പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പിണറായി സർക്കാർ, ഇടത് സർക്കാർ കാര്യങ്ങൾ ചെയ്തുവോ എന്ന് സംശയം തോന്നുന്നു. അതെ, പ്ലാനിംഗ് ബോർഡിലേക്ക് നടന്ന പരീക്ഷയുടെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ഏതാനും ദിവസമായി നിറഞ്ഞു നിൽക്കുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഒട്ടേറെ പരീക്ഷകൾ ഇത്തരത്തിൽ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശോധിക്കാൻ നമുക്കിതിൻ്റെ ഉള്ളുകളികൾ. നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനായി PSCയുടെ മുൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ PSC നടത്തുന്ന പരീക്ഷ സംബന്ധിച്ചപ്പോൾ വലിയ സംശയമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്ലാനിംഗ് ബോർഡിലെ പ്രധാന തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ 58 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ വാല്യൂ ചെയ്തില്ല. അത് കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്തില്ല, അത് വാല്യുവേഷന് വേണ്ടി. വീണ്ടും അവർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ ക്രമക്കേടിൻ്റെ സംശയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതായത് എഴുത്ത് പരീക്ഷ, ഇൻ്റർവ്യൂ, ഇത് രണ്ടും തമ്മിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ ഇതിനകത്തേക്ക് വരുന്നതിന് മുൻപ് എങ്ങനെയാണ് PSC പരീക്ഷ എന്നുള്ള കാര്യം പറയാം. ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണത്. ശരിയാണ്. PSC പരീക്ഷയുടെ മുന്നോടിയായിട്ട് കേരളത്തിലുള്ള എല്ലാ ഹൈസ്കൂളുകളിൽ നിന്നും, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും, എല്ലാ കോളേജുകളിൽ നിന്നും, യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിവിധ വിഷയങ്ങളിലുള്ള എക്സ്പേർട്ടുകളുടെ ലിസ്റ്റ് സമാഹരിക്കും. എല്ലാ വിഷയത്തിൻ്റെയും കാണും. ഇനി കേരളത്തിൽ ഇല്ലാത്തതാണെങ്കിൽ പുറത്തു നിന്ന് സമാഹരിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന എക്സ്പേർട്ടുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം ചെയർമാനുള്ളതാണ്. ചെയർമാനാണ് ചെയ്യുക. ഇനി അതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ 100 മാർക്കിന്റെ ചോദ്യം ചരിത്രത്തിൽ നിന്നുണ്ടെന്ന് വെക്കുക. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 10 മാർക്കിന്റെ മോഡ്യൂളായി 10 എണ്ണമാക്കി മാറ്റും. എന്നിട്ട് ഓരോ ഇതിലും 10 പേരെ വീതം സെലക്ട് ചെയ്തിട്ട് ഓരോരുത്തരോടും 10 സെറ്റ് ചോദ്യവും ഉത്തരവും ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ വലിയ വിപുലമാണ് ആ സംഭവം. അപ്പൊ ഈ 100 എണ്ണം വരുന്ന സമയത്ത് ഒരുപാട് ചോദ്യവും ഉത്തരവും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചേക്കും. ഈ ചോദ്യവും ഉത്തരവും ഉണ്ടാക്കുന്ന അധ്യാപകര് തന്നെ അത് സീൽഡ് കവറിൽ വേണം അയക്കാനായിട്ട്. ഈ സീൽഡ് കവറൊക്കെ നമ്പർ ഇട്ട് വെച്ചേക്കും. നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്പർ ഇട്ടിട്ട് ലോട്ട് എടുക്കും. ആ ലോട്ടിൽ കിട്ടുന്നത്, അപ്പോ ഒരാളുടെ ഈ 10 ചോദ്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഒരാളുടെ ചിലപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തേതായിരിക്കും കിട്ടുക. അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് 100 ചോദ്യങ്ങളായി കഴിയുമ്പോൾ ഈ കവറുകളെല്ലാം കൂടി വേറൊരു കവറിലാക്കി സീൽ ചെയ്യും.
ഓക്കെ. ഈ ചോദ്യം, ഈ ലോട്ട് എടുക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയാണ്. ഉം. പബ്ലിക് സർവീസ് കമ്മീഷന്റെ കൺട്രോളർ ഓഫ് എക്സാമിനേഷനും 2 സീനിയർ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സെക്രട്ടറി ലോട്ട് എടുക്കുക. ഉം, ഉം. ഈ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഒരു സീൽഡ് കവറിലാക്കിയിട്ട് നേരെ പോകുന്നത് സെക്യൂരിറ്റി പ്രസ്സിലാണ്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ആ ചോദ്യം കാണുന്നത് സെക്യൂരിറ്റി പ്രസ്സുകാരനാണ്. ഉം, ഉം, ഉം. സെക്യൂരിറ്റി പ്രസ്സുകാരൻ ഇത് അച്ചടിച്ചിട്ട് ഓരോ ടെസ്റ്റ് ബുക്ക്ലെറ്റും സീൽ ചെയ്യും. അങ്ങനെ 20 ടെസ്റ്റ് ബുക്ക്ലെറ്റിന്റെ ഒരു കവറിലാക്കി സീൽഡ് കവർ തരും. ഉം, ഉം. ഈ സീൽഡ് കവർ പൊട്ടിക്കുന്നത് എക്സാമിനേഷൻ ഹാളിൽ വെച്ചാണ്. ഓക്കെ. അത് മുഴുവൻ കാൻഡിഡേറ്റിന്റെയും സാന്നിധ്യത്തിലാണ്. അതിന് 3 പേരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും ചെയ്യും ഇൻവിജിലേറ്റർ. അതെ, അതെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് യന്ത്രവൽകൃതമാണ് ഇവാലുവേഷൻ. ഉം. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് മുഴുവൻ പബ്ലിഷ് ചെയ്യും. ആ. അപ്പൊ ഈ ആൻസേഴ്സും ക്വസ്റ്റ്യനും തമ്മിൽ ചിലപ്പോൾ ഒക്കാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ 10 എണ്ണം വരെ, 100-ൽ 10 എണ്ണം വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി കളയും. ഓ, ഓ, ഓ. എന്നിട്ട് മൊത്തം 90-ലാക്കിയിട്ട് ഇവാലുവേഷൻ നടത്തും. ഉം. കാരണം അത് തെറ്റായ ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ. അതെ. ഇങ്ങനെയുള്ള ഉത്തരം തെറ്റാണോ ശരിയാണോ എന്ന് പരീക്ഷിക്കുന്നത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. ആ വിഷയത്തിലെ എക്സ്പേർട്ടുകൾ, വലിയ പ്രൊഫസേഴ്സ് ആണ് അത് തീരുമാനിക്കുന്നത്. ഉം. അവരുടെ തീരുമാനം ഫൈനലാണ്. ഓക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഫിലോസഫിയുടെ ഇങ്ങനെ വന്നു. ഉം. ഫിലോസഫിയിലെ സത്യത്തിൽ അത് നോക്കിയിട്ട് അതിൽ തീരുമാനം എടുക്കാൻ ഞാൻ യോഗ്യനായിരുന്നു. ഉം. പക്ഷെ ഞാനല്ല തീരുമാനം എടുത്തത്, 3 പേരടങ്ങുന്ന പ്രൊഫസർമാരുടെ ഒരു സംഘമാണ്. കാരണം അതാണ് അതിന്റെ നിയമം. പിന്നെ ഓക്കെ. അത് കഴിഞ്ഞാൽ യന്ത്രവൽകൃതമായ ഇവാലുവേഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്. അത് ഞാൻ ഇരുന്ന കാലത്താണ് ആ സമ്പ്രദായം നടപ്പിലാക്കിയത്. 5000-ൽ 1 എണ്ണമാണ് എറർ ഫാക്ടർ ആയിട്ട് വരിക. ഓക്കെ. അതുകൊണ്ട് ഡബിൾ വാല്യുവേഷൻ ഉണ്ട്. ഉം, ഉം, ഉം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്, എത്രയോ ആയിരക്കണക്കിന് പരീക്ഷകൾ നടത്തി ഞാനിരുന്ന പീരീഡിൽ ഒരെണ്ണത്തിൽ പോലും ഒരു പരാതി വന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി ഇതിനകത്തേക്ക് വരാം. ഉം. ഇതിൽ എന്തിനാണ് ഇവർ ഈ 10 എത്ര ചോദ്യങ്ങളെ ഒഴിവാക്കിയേക്കണം? 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾ. 10 58 മാർക്കാണ് ഇതിന് 10 എണ്ണത്തിന് കൂടി ഉള്ളത്. ഈ 58 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തിനാണ് ഒഴിവാക്കിയത് എന്നുള്ള കാര്യം ഇതുവരെ PSC പറഞ്ഞിട്ടില്ല. ഉം, ഉം. അവിടെയാണ് ഇതിനകത്ത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യം കേൾക്കുന്നത്. ഓക്കെ. ഇന്നിന്ന കാര്യം കൊണ്ട് ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അത് വിദഗ്ധ സമിതി നിശ്ചയിച്ച് തന്നതാണ്, അത് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് PSCക്ക് പറയാം. കാരണം PSCനകത്ത് ഡയറക്റ്റ് ആയിട്ട് കക്ഷിയല്ല. ഉം. ഞാൻ ഈ പറഞ്ഞ സമ്പ്രദായ പ്രകാരം PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷിയല്ല. ഓക്കെ. അങ്ങനെ PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷി അല്ലാതിരിക്കുന്ന ഒരു സംഭവത്തിൽ ഇവരെന്തുകൊണ്ടാണ്, എന്തിന്റെ പേരിലാണ് ഈ ചോദ്യങ്ങൾ ഒഴിവാക്കിയത് എന്ന് പറയുന്നില്ല എന്നുള്ളതിലാണ് സംശയങ്ങളും ദുരൂഹതയും ഇരിക്കുന്നത്. ഉം, ഉം. അതത്ര ശരിയായൊരു നടപടിക്രമമായിട്ട് എനിക്ക് തോന്നണില്ല. ഓക്കെ. കാരണം PSC ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള PSC കേരളത്തിലേതാണ്. ഞാൻ ഈ പറയുന്ന തരത്തിൽ പരീക്ഷകൾ നടത്തുകയാണെങ്കിൽ ഒരു നീറ്റിന്റെയും ചോദ്യ പേപ്പർ ചോരയില്ല, ഒന്നും സംഭവിക്കില്ല. അതെ. അപ്പൊ ചോദ്യ പേപ്പർ ചോരാതെ ഇങ്ങനെ നടത്താൻ പറ്റും. അങ്ങനെ നടത്താൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഉം, ഉം. അതെ, അതെ, അതെ. നീറ്റുകാർക്കും ഇത് ഈ സിസ്റ്റം അവലംബിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. കറക്റ്റ്. ഒരാൾക്കും ഇതിനകത്ത് ഇടപെടാനുള്ള അധികാരവും ഇല്ല, അവസരവും ഇല്ല. ഉം. അപ്പൊ PSC ഡയറക്റ്റ് ആയിട്ട് കക്ഷി അല്ലാത്ത ഒരു കാര്യത്തിൽ PSC എന്തിനാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് എന്ന കാര്യം പറയാത്തത് എന്ന കാര്യത്തിലാണ് സംശയം വരുന്നത്. ഓക്കെ. അവരത് വ്യക്തമാക്കി കഴിഞ്ഞാൽ സംശയം തീരാവുന്നതാണ്. ശരിയാണ്, ശരിയാണ്. ഞങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ കിട്ടി, ഈ ചോദ്യങ്ങളെ കുറിച്ച് വ്യാപകമായിട്ടുള്ള
ഞങ്ങൾ ഇതിന്റെ ഉത്തരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചോദ്യങ്ങളെ കുറിച്ച് വ്യാപകമായ പരാതി വന്ന് ആ പരാതി ഞങ്ങളൊരു വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അപ്പൊ വിദഗ്ധ സമിതി ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് പറയാൻ PSC ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുവരെ തയ്യാറായിട്ടില്ല. അവരിപ്പോൾ പകരം ഈ 10 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വാല്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് വീണ്ടും വാല്യുവേഷന് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ല, അപ്പോ വേറൊരു പ്രശ്നമുണ്ടല്ല, എന്തുകൊണ്ട് ആദ്യം ഒഴിവാക്കി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? ശരിയാണ്, വളരെ ശരിയാണ്. ആരാണ് ആ തീരുമാനം എടുത്തത്? PSCയുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അതെ, ഈ സബ് കമ്മിറ്റി PSCയുടെ ഒരു സബ് കമ്മിറ്റി ഉണ്ട് എക്സാമിനേഷന്റെ. ഈ ചോദ്യങ്ങളെല്ലാം കൂടി എക്സാമിനേഷന്റെ സബ് കമ്മിറ്റിയിൽ വരും. ആ സബ് കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് ചെയർമാന്റെ സാന്നിധ്യത്തിൽ ചേർന്നിട്ട് കൺട്രോളർ ഓഫ് എക്സാമിനേഷന്റെ സെക്രട്ടറി ഉണ്ടാകും. ചേർന്നിട്ട് ഇങ്ങനെ വിദഗ്ധ അഭിപ്രായം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ വിദഗ്ധ അഭിപ്രായം ഫയലിൽ അപ്പൊ തന്നെ എഴുതും. Accepting the expert opinion, we decided to delete question number 1, 2, 3, 4 and fixed the evaluation based on the remaining marks. എന്നതിനകത്ത് എഴുതും. അതെ അതെ, ഇതാണ് അതിന്റെ രീതി. ഇതില് അത് നടക്കാതെ ഇപ്പൊ വീണ്ടും ഈ ചോദ്യങ്ങൾ ഇവാലുവേഷന് പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് സംശയം കൂടും. തീർച്ചയായിട്ടും അത് ക്രമക്കേട് നടന്നു എന്ന് സംശയിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ചില കാര്യങ്ങളുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ആ കമ്മീഷൻ മെമ്പർ ആകുന്ന ആൾക്ക് ഒരു യോഗ്യതയും വേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. അവരുടെ സർവീസ് കണ്ടീഷൻസും അവരുടെ യോഗ്യതയും നിശ്ചയിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇതുവരെ നടത്തിയിട്ടില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപപ്പെട്ടിട്ട് എത്ര കാലമായി? ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒന്ന് തിരുവിതാംകൂറിലുണ്ടായതാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത്. അന്ന് പിന്നെ രാജാവ് തന്നെ അല്ലെങ്കിൽ ദിവാൻ തന്നെ ആളുകളെ നിശ്ചയിക്കുകയായിരുന്നു. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിശ്ചയിക്കുമ്പോൾ അവരുടെ യോഗ്യതകളെ കുറിച്ചും അവരുടെ സേവന വേതന വ്യവസ്ഥയെ കുറിച്ചും വ്യക്തമായ ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഇതുവരെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. 10ാം ക്ലാസ് ഡ്രില്ലും പഠിച്ചിട്ടുള്ള ഒരാള് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി വന്നിട്ട് മെഡിക്കൽ കോളേജിലെ തൊറാസിക് സർജന്മാരെ ഇന്റർവ്യൂ ചെയ്യുന്ന ബോർഡിൽ ഇരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റ് സ്ഥലങ്ങളിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ PSC അംഗങ്ങളെ? പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പൊ കോളേജിൽ നിന്ന് പ്രൊഫസർമാരെ എടുക്കുകയാണെങ്കിൽ വൈസ് ചാൻസലേഴ്സ് ആകാൻ യോഗ്യത ഉള്ളവരെ അവര് പ്രൊഫസർമാരായിട്ട് ബോർഡിൽ വെക്കുള്ളൂ. പോലീസിൽ നിന്നാണെങ്കിൽ DGP റാങ്കിലുള്ള ഒരാളെ വെക്കുള്ളൂ. സിവിൽ സർവീസിൽ നിന്നാണെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ വെക്കുള്ളൂ. സൈന്യത്തിൽ നിന്നാണെങ്കിൽ ബ്രിഗേഡിയർ റാങ്കിലുള്ള ആളുകളെയാണ് വെക്കുക. കേരളത്തിൽ അത് 10ാം ക്ലാസ്സും ഗുസ്തിയും മതി എന്ന് തീരുമാനിക്കുകയും 50% പേരെ ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും നടത്തുന്നവരെ എടുത്തു വെക്കുകയും ചെയ്യും. അവർക്ക് പലപ്പോഴും ഇതെന്താണ് കാര്യമെന്ന് അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ്. അതിന്റെ ഇമ്മ്യൂണിറ്റി ആണ് അവർ വലിയൊരു പ്രിവിലേജായി പല കാര്യങ്ങളിലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്, അല്ലേ സർ? ആ ഒരു ഭരണഘടനാ സ്ഥാപനം, കാരണം ഇത് ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതിന്റെ പരിരക്ഷ കോടതി നൽകാറുണ്ട്. അതെ, കോടതി നൽകുന്നുണ്ട്. പക്ഷെ ആ ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ആളുകളെ വെക്കുന്നതിന് ഇതുവരെ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടില്ലെന്ന്. 21 അംഗങ്ങളാണ് സാർ ഉള്ളത്. അത്രയും അത് വേറൊരു കാര്യമുണ്ട്. പാർട്ട് ടൈം ജീവനക്കാർ തുടങ്ങി ഇപ്പൊ ഏറ്റവും PSC നടത്തുന്ന ഏറ്റവും ഹയസ്റ്റ് നിയമനമാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ഈ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത്. ഇത്രയും പേരെ സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേറെ ലോകത്ത് എങ്ങുമില്ല. കാരണം ഇത് ഇന്റർവ്യൂ ഇപ്പോഴാണ്, ഇപ്പൊ മോദിജി വന്നതിന് ശേഷം ചില കാര്യങ്ങൾക്ക് ഇന്റർവ്യൂ വേണ്ട എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇന്റർവ്യൂ ഒഴിവാക്കിയത്. അതിനു മുമ്പ് എല്ലാത്തിലും ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ മാർക്ക് ഞാൻ ഉള്ളൊരു പീരീഡിൽ അവിടെ ഫിക്സ് ചെയ്തിരുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മാർക്ക്.
8നും 13നും ഇടയിലുള്ള റേഞ്ചിലാണ് നോർമൽ കേസിൽ മാർക്ക് കിട്ടുക. ഓക്കെ. 14 മാർക്കും അതിൽ കൂടുതലും വരണമെന്നുണ്ടെങ്കിൽ ഈ കാൻഡിഡേറ്റ് എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിരിക്കണം. അത് അത്യപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ശരിയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സർ, വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ എഴുത്ത് പരീക്ഷ മാർക്ക് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല, അതാണ് നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വ്യവസ്ഥ പലപ്പോഴും ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംശയമല്ല. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ആരോപണമാണ്. സമഗ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തെക്കുറിച്ച് നടത്തേണ്ടി വരും. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ. അതെ. കാരണം മറ്റതിങ്ങനെ വരുന്നത് നമ്മൾ കൊടുക്കുന്ന നമുക്കൊന്നും അറിയാൻ പറ്റില്ല. എത്ര നമുക്ക് ഇന്റർവ്യൂവിന്റെ മാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്ത് വരുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതെ. ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ ഏതെങ്കിലും ഒരു മെമ്പറോ ചെയർമാനോ അപ്പോഴേ റാങ്ക് ലിസ്റ്റ് കാണുള്ളൂ. കാരണം നിയമം അനുസരിച്ചിട്ട് ഒന്ന് ചെയർമാൻ അത് ഒപ്പിടണം. അപ്പൊ മെമ്പർ കണ്ടിട്ട് വരും, ചെയർമാൻ ഒപ്പിട്ട് കൊടുക്കും. അത് ഈ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ആര് ഉൾപ്പെട്ടു എന്ന് നോക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഉള്ള കാലത്ത് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജീവനക്കാര് സാധാരണ സർവീസിലുള്ള ജീവനക്കാരെ പോലെ അല്ലായിരുന്നു. അവരാണ് ആ കമ്മീഷന്റെ നിയമങ്ങൾ അണുവിട തെറ്റാതെ നടപ്പിലാക്കാൻ കമ്മീഷനെ സഹായിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു കാരണവശാൽ കമ്മീഷനിൽ ഒരു നിലവിലുള്ള ചട്ടത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർ അപ്പ പറയും ഇത് ശരിയല്ല, ചട്ടം ഇന്നതാണ്, ആ ചട്ടത്തിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന് പറയും. അത്ര കർശനമായിട്ട് അവരത് നോക്കുമായിരുന്നു. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ജീവനക്കാര് അഴിമതിക്കാരും അല്ല. ലേശ അഹങ്കാരം കൂടുതലുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാല് വേറെ അത് അവരുടെ ഒരു അഹങ്കാരം, അവരുടെ ആത്മവിശ്വാസത്തിന്റെ കൂടി ഒരു ഇതായിട്ടാണ് അവർക്ക് ആ അഹങ്കാരം ഉള്ളത്. കാരണം ഞങ്ങൾ കൈക്കൂലിയൊന്നും വാങ്ങിക്കാതെ ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പിന്നെ അവർ ഏത് യൂണിയനിൽ പെട്ടവരായാലും എൻ്റെ അനുഭവത്തിൽ അവർ നിയമം വിട്ട് പ്രവർത്തിക്കാനായിട്ട് ആരെയും സമ്മതിച്ചിരുന്നില്ല. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോന്നിട്ട് കൊല്ലം കുറെ ആയില്ലേ, 10 വർഷമായി. അതുകൊണ്ട് എനിക്കറിയില്ല എന്താ സംഭവിച്ചേക്കണെന്നുള്ള കാര്യം. സർ, ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് കേരളകൗമുദി റിപ്പോർട്ട് ചെയ്തതാണ് 2019 നടന്ന PSC നടത്തിയ പരീക്ഷ ചീഫ് സോഷ്യൽ സർവീസ് പരീക്ഷയാണ്. അതിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് 95.7% മാർക്ക് ലഭിച്ചു. പക്ഷേ 40 മാർക്കിനായിരുന്നു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ആ കുട്ടിക്ക് 11 മാർക്കാണ് ലഭിച്ചത്. ഇവിടെ ക്രമക്കേട് എന്തുകൊണ്ട് സംശയിക്കുന്നു എന്ന് വെച്ചാൽ, എഴുത്ത് പരീക്ഷയിൽ ഒരു KGOA നേതാവിന് ലഭിച്ചത് 89.75 മാർക്കാണ്, പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് കിട്ടിയത്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിലേക്ക് വന്നപ്പോൾ 40ൽ 36, അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്, 40ൽ 36 മാർക്ക് കിട്ടുകയും അദ്ദേഹം 1ാം റാങ്ക് ആവുകയും അപ്പോയിൻമെന്റ് ലഭിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ അല്ല 40ല് എന്റെ കാലത്തുള്ള സമ്പ്രദായം അനുസരിച്ചിട്ടാണെങ്കിൽ പരമാവധി കിട്ടാവുന്നത് 13, 26, 40ല് എത്രയാണ്, ഒരു 26 മാർക്കിൽ കൂടുതൽ കൊടുക്കാനായിട്ട് അന്ന് ആരും തയ്യാറാകുമായിരുന്നില്ല. അതെ അതെ അതെ. ഇത് ഇത്രയും മാർക്ക് കൊടുത്തു എന്ന് വരുമ്പോൾ ഒന്നുകിൽ ഇയാൾ ഈ ലോകം കണ്ടേക്കണ ഏറ്റവും വലിയ എക്സ്പേർട്ട് ആയിരിക്കണം. അതെ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, അവിടെയാണ് ഈ രാഷ്ട്രീയം വരുന്നത്. ഈ KGOA നേതാവിനാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാനിംഗ് ബോർഡിലെ താൽക്കാലിക ജീവനക്കാർ 2 പേർക്കും ഇതുപോലെ കിട്ടി. എഴുത്ത് പരീക്ഷയിൽ മാർക്ക് കുറവായിരുന്നു അവർക്ക്, 88.75. എഴുത്ത് പരീക്ഷയിൽ മാർക്ക് കുറയുക അതിപ്പോ സിവിൽ സർവീസിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നൊരു ന്യായം പറയാറുണ്ട്. പക്ഷേ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 8നും 13നും ഇടയ്ക്കുള്ള ഒരു സ്കെയില് നിശ്ചയിച്ചിട്ട് അതിന്റെ നടുക്ക് നിന്ന് മാർക്ക് കൊടുക്കുകയും വളരെ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ എത്ര കൊടുക്കുന്നത്, 14 മാർക്ക് കൊടുക്കും. അതാണ് മാക്സിമം കൊടുക്കുന്നത്. 1 മാർക്ക് കൂടുതലുണ്ടാവും. അതെ അതെ. അത് എഴുത്ത് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയ ഒരാൾക്ക് ഇതുകൊണ്ട് മറികടക്കാനും പറ്റില്ല. പക്ഷെ ഇതിപ്പോ എഴുത്ത് പരീക്ഷയിൽ ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് ഇന്റർവ്യൂവില് എത്രയാണ്, 11 അല്ലേ? 40ൽ 11 മാർക്കാണ്. 40ൽ 11 എന്ന് പറയുമ്പോ 4, 4, 4, 4, 3, 12.
ഓ 30% മാർക്ക് പോലും കിട്ടിയില്ലല്ലോ. അതെ അതെ, അത് അത്ര ഒരു ഫെയർ ആയി തോന്നുന്നു. ശരിയായ രീതിയല്ല. ആരാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നതെന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സാർ ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആ ഒരു ധാരണ അനുസരിച്ചിട്ട്. ഇതൊന്നും എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളല്ല. അതെ എഴുതി വെക്കാത്ത കുറെ നിയമങ്ങളും കുറെ ചട്ടങ്ങളും അതിനുണ്ട്. അതെ എഴുതി വെക്കാത്ത കുറെ ധാർമ്മികമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിലേക്ക് അടിസ്ഥാനത്തിലാണ് പബ്ലിക് സർവീസ് കമ്മീഷന് ഇത്രയേറെ വിശ്വാസ്യത കിട്ടിയത്. അതെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വിശ്വാസ്യതയ്ക്ക് ഒരു കളങ്കം തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇത് കേരള കൗമുദി പത്രത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുറേയേറെ വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ. അതുപോലെ തന്നെ അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഒരു കാര്യം, ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവും കഴിഞ്ഞ് ജോലി കിട്ടി വരുന്നവരെ ഞങ്ങൾ എപ്പോഴും അഹങ്കാരത്തോടുകൂടി പറയാറുള്ളത്, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ടെസ്റ്റ് എഴുതി ജയിക്കാൻ നിന്നെ കൊണ്ടൊക്കെ കഴിയുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ജോലി കിട്ടി വന്നിട്ടുള്ള ഒരാളാണ്. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നത് അപ്പോഴൊക്കെ തന്നെയാണ്. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ബന്ധവുമില്ല, പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയില്ലായിരുന്നു. ഞാൻ രണ്ടാമത് പബ്ലിക് സർവീസ് കമ്മീഷനിൽ ചെല്ലുന്നത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ടാണ്. അപ്പോ ഞാൻ പറയുന്നത്, എന്നെ പോലെ ഇങ്ങനെ ഈ ലോകത്തിന്റെ വേറെ അറ്റത്തിരിക്കുന്ന ദരിദ്രനായിട്ടുള്ള സ്വാധീനമില്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനമായി പബ്ലിക് സർവീസ് കമ്മീഷൻ മാറിയിരുന്നു. അതാണ് അതിന്റെ വിശ്വാസ്യത. കേരളത്തിലെ ഏത് മൂലക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഞാൻ മിടുക്കോട് കൂടി പഠിച്ചാൽ മതി എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെ തകർക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. അതിലൊന്നും ഒരു എക്സ്ക്യൂസും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യന്റെ പ്രത്യാശയെയും മനുഷ്യന്റെ വിശ്വാസത്തെയും ജീവിക്കാനുള്ള അവന്റെ ആഗ്രഹത്തെയും തടയുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു ദരിദ്രന് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളിൽ അവന്റെ ആശ്രയങ്ങളിൽ ഒന്നാണിത്. അവന്റെ പ്രത്യാശയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതാ, ഞാൻ ശരിക്കും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് ഞാൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാൻ ജയിക്കും, എനിക്ക് ജോലി കിട്ടും, അതിന് ആരുടെയും സഹായം വേണ്ട, ആരുടെയും ഒത്താശ വേണ്ട എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ അതിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും പ്രാഥമികമായ കടമ. സർ, ഈ എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഈ അന്തരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നു എന്നുള്ള സംശയം ബലപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവിടെയെല്ലാം തന്നെ നിയമിക്കപ്പെടുന്നത് ഇടത് യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളുടെ ഭാര്യമാർ, അവരുടെ ബന്ധുക്കൾ, ഏറ്റവും അടുത്ത ആളുകൾ. അപ്പോൾ ഈ ഒരു കൂട്ടർ മാത്രം ഇത്തരത്തിൽ നിയമനം നേടുമ്പോഴാണ് ഇത് സംശയം ബലപ്പെടുകയും ചെയ്യുന്നത്. എല്ലാത്തിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്, സംശയം വളരെ ശക്തമാണ്. There is a method in that madness. അങ്ങനെ ആളുകൾക്ക് ഒരു സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത പബ്ലിക് സർവീസ് കമ്മീഷനുള്ളതാണ്. വളരെ കറക്റ്റാണ്. കാരണം അല്ലാതെ ആളുകള് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഏതൊരു പത്രവാർത്തയെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും ഗവർണറേക്കാൾ കൂടുതൽ വരുമാനം. അതൊക്കെ വെറുതെ ചുമ്മാ ഈ എഴുതി വെക്കുന്നതാണ്. ഗവർണറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 3,50,000 പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അത്രയൊന്നുമില്ല. അല്ല സാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പരിഷ്കരണത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതെ, ആ പരിഷ്കരണം വന്നു കഴിഞ്ഞിട്ട് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയണം. അതൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഇത് പറയുമ്പോൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തും കുറച്ച് അത്ഭുതത്തോടും അസൂയകളും കൂടി പറയുന്നു. കാരണം ഈ വന്നിരിക്കുന്നവരിൽ പലരും, പല മെമ്പർമാരാകുന്നവരും വേണ്ടത്ര യോഗ്യത ഉള്ളവരല്ല എന്ന് ജനങ്ങൾക്ക് സംശയം വരുന്നു. അതാണ് ഇതിനകത്ത് പ്രശ്നം. നേരത്തെ 2025 ഒരു വൻ വർധനവ് വരുത്തി. അപ്പോഴാണ് 2.24 lakhs നിന്നും ചെയർമാൻ്റെ സാലറി 3.81 ആയി വന്നു. ഈ അലവൻസ് ഉൾപ്പെടെയുള്ള സംഭവമാണ്. അംഗങ്ങളുടെ ശമ്പളം 2.19. അത് അലവൻസ് ഉൾപ്പെടെയാണ്, ബേസിക് ആണ് ഞാൻ പറഞ്ഞത്. അതെ, ബേസിക് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ബേസിക് കാരണം എന്താ കാര്യം വെച്ചാല്, ഭരണഘടന അനുസരിച്ചിട്ട് ഗവർണറേക്കാൾ കൂടിയ ശമ്പളം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ആർക്കും കൊടുക്കാൻ പാടില്ല.
ഓക്കെ ഓക്കെ. പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. യെസ്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ അതെ, കാരണം. ഇത് അലവൻസ് ഉൾപ്പെടെയാണ് സർ. അലവൻസ് ഉൾപ്പെടെ അലവൻസ് 3.81. എത്രയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഇപ്പോഴത്തെ എനിക്കതിന്റെ ശമ്പളം ചെയർമാന് 3.81 ലാക്സ് ആണ്. അതുപോലെ തന്നെ അംഗങ്ങളുടെ ശമ്പളം 3.73 ലാക്സ് ആണ്. അത് നേരത്തെ യഥാക്രമം 2.24ഉം 2.19ഉം 2.19 ലക്ഷവുമായിരുന്നു. 2.5 കൊടുത്തില്ല, 2.24 കൊടുത്തുള്ളൂ. അതെ, നേരത്തെ സ്കെയില് ഫിക്സ് ചെയ്യുന്നത് ആ. ഡിസ്ട്രിക്ട് സെലക്ഷൻ ഗ്രേഡ് ജഡ്ജിൻ്റെതിനേക്കാൾ ഒരല്പം ഒരു ഇൻക്രിമെന്റ് കൂട്ടിയിട്ടാണ്. അതെ. അങ്ങനെയാണത്. എന്നാൽ ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളം ഉണ്ടാകുകയില്ല. പക്ഷേ അതിന് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യത അനുസരിച്ചുള്ളവരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഓക്കെ, ഹൈലി ക്വാളിഫൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം പൊളിറ്റിക്കൽ നിയമനമാണ്. ഇത് നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും അല്ല, നിയമനം പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, പക്ഷേ യോഗ്യത നോക്കണ്ടേ? കറക്റ്റ്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10ാം ക്ലാസ് മാത്രം ജയിച്ചിട്ടുള്ള ഒരാള് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പർ ആവുകയും അദ്ദേഹം ഈ തൊറാസിക് സർജന്മാരെ മെഡിക്കൽ കോളേജില് നിയമിക്കുന്ന തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്താൽ എന്ത് ചെയ്യും? കറക്റ്റ്. നിലവിലുള്ള നിയമം അനുസരിച്ച് അത് ചെയ്യേണ്ടി വരും. അതെ. ഞാൻ ആളുകളുടെയൊക്കെ പേര് പറയാത്ത കാരണം അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയവരാണ് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പേര് പറയാൻ മടിയോ പേടിയോ ഉണ്ടായിട്ടല്ല. റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് പറയാനെന്ന് നേരിട്ട് മാത്രം പറയാതിരിക്കുന്നതാണ്. സാർ, വേറൊരു കാര്യം കൂടി സംശയം ചോദിച്ചോട്ടെ. അതായത് ഈ മാർക്ക് ലിസ്റ്റ് പലപ്പോഴും പ്രസിദ്ധപ്പെടുത്താറില്ല. ഈ കഴിഞ്ഞ ഈ വിവാദമായ സംഭവത്തിൽ പോലും 1 വർഷത്തിന് ശേഷം മാർക്ക് ലിസ്റ്റ് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1 വർഷത്തിന് ശേഷം കൊടുത്തു. മാർക്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ മാർക്കും വരുമല്ലോ. പക്ഷേ ഈ പരീക്ഷയിൽ നമ്മളിപ്പോൾ വിവാദമായ പ്ലാനിംഗ് ബോർഡിലെ ഉന്നത സ്ഥാനത്തേക്ക് ഞാൻ അതിന്റെ ഒരു സംഭവം പറഞ്ഞുതരാം. ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒന്ന് റിട്ടൺ ടെസ്റ്റിന് കിട്ടിയ മാർക്ക്, അതെ, ചിലതിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. ഇപ്പൊ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പോലത്തേക്ക് അതെ, അതിന് കിട്ടിയ മാർക്ക്, പിന്നെ ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്ക്, പിന്നെ ഏതെങ്കിലും ഗ്രേസ് മാർക്ക് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റ് അല്ലേ പബ്ലിഷ് ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്തിരിക്കണം. അതെ, അല്ലെ, ഉദ്യോഗാർത്ഥികളുടെ മിനിമം സമൂഹത്തിന്റെ അവകാശമാണ് ആരൊക്കെയാണ് നിയമിച്ചേക്കണെന്ന് അറിയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഗവൺമെന്റ് അവൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് നിയമിക്കപ്പെടുന്നവരാണ്. കറക്റ്റ്. അപ്പൊ അത് എങ്ങനെയാണ് എന്നറിയാൻ ഒരു ശരാശരി പൗരന് അവകാശമുണ്ട്. അതിന് ചോദിക്കുമ്പോൾ അയാളോട് പറഞ്ഞു കൊടുക്കണം, ഇതാണ് എന്റെ കാര്യമൊന്നും. ഓക്കെ. അങ്ങ് പറയുന്ന രീതിയിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുരൂഹത കൂടി വരെയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ റീടെസ്റ്റ് നടത്തിയിട്ടോ റീവാലുവേഷൻ നടത്തിക്കൊണ്ടോ മാത്രം കാര്യമായില്ല. അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ വേണം. ഓക്കെ. കാരണം നിങ്ങൾ ഈ പറയുന്ന അത്ര എനിക്ക് ഇതിന്റെ അത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതെ സാർ, അങ്ങനെയാണ്. കഴിഞ്ഞ 2025 ജൂണിലാണ് ഇത് സംബന്ധിച്ചുള്ള പരീക്ഷയും അതിൻ്റെ നിയമനവും സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷേ അന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം അപേക്ഷിക്കണമല്ലോ ഈ എഴുത്ത് പരീക്ഷയുടെ ഷീറ്റ് കിട്ടുന്ന മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അത് ആ അപേക്ഷ കൊടുത്തിട്ട് 1 വർഷത്തിന് ശേഷം ഈ മാസമാണ്, കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അത് കിട്ടിയത്. അതോടുകൂടിയാണ് ഈ വിവാദപരമായിട്ടുള്ള പല തീരുമാനങ്ങളും പുറത്തേക്ക് വരുന്നത്. അല്ല, ഒരു സംഗതിയാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഗുരുതരമായ കൃത്യവിലോപം PSCയിൽ നടന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തണം. അത് സർക്കാർ നടത്തുകയോ ഒരു ഏജൻസി നടത്തുകയോ ചെയ്യണം. അത് പുറത്തു വരണം. കാരണം ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം തകരാൻ പാടില്ല. കറക്റ്റ്. അതിനകത്തുള്ള എല്ലാവരും മോശക്കാരാണ് എന്ന് ഒരിക്കലും നമുക്ക് കരുതാനും പറ്റില്ല. വിശേഷിച്ച് അവിടുത്തെ ജീവനക്കാരൊക്കെ വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരായിട്ടാണ് എന്റെ അനുഭവം. അത് ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. അതെ, അവരൊക്കെ അന്നും അവർ ഇടതുപക്ഷക്കാരായിരുന്നു മഹാഭൂരിപക്ഷം പേരും. പക്ഷെ അവരുടെ രാഷ്ട്രീയം അവർ PSCയുടെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ തന്നെ സാർ, വേറൊരു 2019 നടന്ന മറ്റൊരു പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ കാറ്റഗറി 530/19, ആ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അല്ലെന്ന് ഇത് ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഈ മാർക്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ടതല്ലേ? പിന്നെ എന്താണ് പ്രസിദ്ധീകരിക്കാത്തതിന്റെ കാരണം?
ഇതൊരു മാർക്ക് ലിസ്റ്റ് ഒരു രഹസ്യ രേഖയല്ല. കറക്റ്റ്. ഇന്റർവ്യൂ കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാർക്ക് ലിസ്റ്റ് പിന്നീട് ഒരു രഹസ്യ രേഖയല്ല, അത് പുറത്തു വിടണം. അത് പരസ്യരേഖയാണ്. അത് ആർക്കും കിട്ടണം. അതെ, അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യമെന്ന് അന്വേഷിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഓക്കെ, നമുക്കറിയാം അതിൽ പക്ഷേ നമുക്ക് എത്രത്തോളം ഇടപെടാൻ സാധിക്കുമെന്ന് അറിയില്ല. അതായത് ഈ പോലീസിലെ SI ആയാലും കോൺസ്റ്റബിൾ ആയാലും ഈ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് നടക്കുന്ന ഈ കായിക പരിശീലനം, കായിക പരിശോധന ടെസ്റ്റ് ഉണ്ടല്ലോ, അവിടെയും അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അല്ലല്ല, അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് അതിനെക്കുറിച്ച് വലിയ ആരോപണം ഞാനിരിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഞാനിരുന്ന കാലത്ത് അതിനു മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്ത് ആകെ കുഴപ്പമായിട്ട് രണ്ടാമത് ഞങ്ങൾ നോട്ടിഫൈ ചെയ്ത് നടത്തിയാണ്. അപ്പോഴെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കായിക പരീക്ഷ നടക്കുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ് വീഡിയോ എടുത്തു. ഇത് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പരാതികൾ വന്നു. പരാതികൾ പരിശോധിക്കാൻ വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുടെ ഒരു കമ്മിറ്റി നിശ്ചയിച്ചു. അവർ 6 ദിവസം കുത്തിപ്പിടിച്ചിരുന്ന് 150 പരാതികളുടെയും ടേപ്പ് ഇത് നോക്കി, വീഡിയോ നോക്കി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഈ 150-ൽ ഒരു തെറ്റുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ചിന്നിങ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ആ ചിന്നിങ് ഐറ്റം എണ്ണിക്കൊണ്ടിരിക്കുമ്പോ എണ്ണിയ ആൾക്കൊരു ചെറിയ തെറ്റ് പറ്റി. അയാള് 3 എന്ന് കഴിഞ്ഞ് 4 എണ്ണുന്നതിന് പകരം അടുത്ത 4 എണ്ണുന്നതിന് പകരം 3 എന്ന് തന്നെ എണ്ണി. അത് തിരുത്തി കൊടുക്കുകയും ചെയ്തു. പിന്നെ ആ ഇന്റർവ്യൂവിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏറ്റവും പുതുതായിട്ട് കയറിയ IPS-കാരായിരുന്നു എക്സ് പോലീസിൽ നിന്ന് വന്നത് എല്ലാം. ആ നിശാന്തിനി ഒക്കെ അതിനകത്ത് ഞങ്ങൾ അതിനകത്ത് വന്ന് സഹകരിച്ചവരാണ്. നിശാന്തിന് മാത്രമല്ല, എല്ലാ IPS-കാരായിരുന്നു. എല്ലാ IPS-കാരും ഫ്രഷ് അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. അവരാണ് ബോർഡില് മെമ്പർമാരായിരുന്നത്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. 400 ചില്ലാനും പേർക്ക് ജോലിയും കിട്ടിയതില്ല സബ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ട്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതെ, അല്ല സർ, PSC ചെയർമാൻമാർ അങ്ങേപോലെ തന്നെ ആയിരിക്കണം. ഇങ്ങനെ വന്നിരുന്ന് നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് ചോദിക്കാൻ കഴിയണം. നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു തെറ്റ് എന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്. അതെ, അത് കാരണം ഇത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു സംവിധാനം അനുസരിച്ചിട്ട് ഇതിനകത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നില്ല. നിയമം അനുസരിച്ച് പാടില്ല, ചട്ടപ്രകാരം പാടില്ല. അങ്ങനെയുള്ള ഒരു സംഗതിയിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാല് ആ തെറ്റ് പറയാനും അത് മാറ്റാനും ശ്രമിക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്. വന്ന് പറയണ്ടേ ഞങ്ങൾ ഇതാണ് ഞങ്ങൾക്ക് പറ്റിയത്, ഞങ്ങളല്ല ഇതിനകത്ത് ഉത്തരവാദികൾ. അത് പറയാൻ കഴിയണ്ടേ. പബ്ലിക് സർവീസ് കമ്മീഷനെ പോലൊരു സ്ഥാപനം നശിക്കാൻ പാടില്ല. ഇവിടുത്തെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യാശയുടെ കേന്ദ്രമാണ്. അത് തകർക്കാൻ ആര് ശ്രമിച്ചാലും അവരെ കയ്യാമം വെച്ച് തന്നെ നിർത്തണം. തീർച്ചയായിട്ടും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ പ്രതീക്ഷയാണ്, അത്താണിയാണ് PSC. സത്യസന്ധമായ സേവനം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു തലമുറയുടെ തന്നെ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്ന പരീക്ഷ സംശയത്തിൻ്റെ നിഴലിലായിരിക്കുകയാണ്. ക്രമക്കേട് നടന്നിരിക്കുകയാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാൻ അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. ഉത്തരവാദികളെ ശിക്ഷിക്കുക തന്നെ വേണം. കയ്യാമം വെച്ച് നടത്തണം എന്നുള്ളതിൽ കുറഞ്ഞൊരു ശിക്ഷ ഉണ്ടാവരുത്. അവർക്ക് ജയിൽ ശിക്ഷ ലഭിക്കുകയും വേണം. കാരണം ഇത് കൊടിയ വിശ്വാസ വഞ്ചനയാണ്. അത് സമൂഹത്തോട്, രാജ്യത്തോട് നടത്തിയ വലിയ പാപമാണ്, ശിക്ഷയാണ്, കുറ്റമാണ്. അതിന് വലിയ ശിക്ഷ തന്നെ അവർ അനുഭവിക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.